ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ കുറച്ച് വർക്കൗട്ട്സ് ആണ്. അപ്പോൾ ഇത് ഡെയിലി പ്രാക്ടീസ് ചെയ്യണം നമ്മൾ. അതായത് നമുക്ക് എക്സാമിന് ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു ടൈമിൽ എന്ത് ചെയ്യാം, ഡെയിലി ഒരു 5 to 10 ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഇത് ബേസ് ചെയ്തിരിക്കുന്നത് 2019 സ്കീമിന് യൂസ് ചെയ്യാം. അതുപോലെ 2024 സ്കീമുകാർക്ക് ഇത് യൂസ് ചെയ്യാം. പിന്നെ ഓൾഡ് ആയിട്ടുള്ള 2015 സ്കീം സപ്ലി ആൾക്കാർക്കൊക്കെ സ്പെക്ട്രോസ്കോപ്പി മോഡ്യൂളാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. സോ അതിനെ ബേസ് ചെയ്തിട്ട് ഉള്ള ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ടാണ് കേട്ടോ. പ്രീവിയസ് ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ് കംപ്ലീറ്റ് നമ്മൾ ഇന്ന് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 5 ക്വസ്റ്റ്യൻ മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് വൈബ്രേഷണൽ മോഡ്സ് ഓഫ് ദ ഫോളോയിങ് മോളിക്യൂൾസ്. അപ്പോൾ ഇതൊക്കെ എന്താണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ IRനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓൾറെഡി IRൻ്റെ തിയറി നമുക്കറിയാൻ പറ്റും. IR ആക്ടിവിറ്റി ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വൈബ്രേഷണൽ അല്ലേ, ചേഞ്ച് ഇൻ വൈബ്രേഷണൽ മോഡാണ് IR ആക്ടിവിറ്റി ഉണ്ടാക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്പർ ഓഫ് വൈബ്രേഷണൽ മോഡ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. വേറെ ഒന്നും നമ്മളിവിടെ ചെയ്യേണ്ട. 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് 2 രീതിയിലാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ. ഒന്ന് ലീനിയർ മോളിക്യൂളിൻ്റെ കേസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതേപോലെ നോൺ ലീനിയർ മോളിക്യൂളിൻ്റെ കേസിലും നമ്മൾ പഠിച്ചിട്ടുണ്ട്. നോൺ ലീനിയർ മോളിക്യൂളിൻ്റെ കേസിലും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ ആദ്യം ചെയ്യുന്നത് ലീനിയർ മോളിക്യൂളാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് CO2 മാത്രമാണ് ലീനിയർ മോളിക്യൂൾ ഉള്ളത്. ഓക്കെ, ലീനിയർ മോളിക്യൂൾ ഉള്ളത്. ഇവിടെ 2 പേരുണ്ട്, C6H6 ആൻഡ് CH4. രണ്ടും നോൺ ലീനിയർ ആണ്. അത് നമുക്ക് ഓൾറെഡി +2 പഠിച്ചിട്ടുള്ളൊരു ബേസിക്സ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അറിയുന്ന ഇക്വേഷൻ ഇതാണ്, നമ്പർ ഓഫ് വൈബ്രേഷണൽ മോഡ്സ്. നമ്പർ ഓഫ് വൈബ്രേഷണൽ മോഡ്സ് ഇൻ കേസ് ഓഫ് ലീനിയർ മോളിക്യൂൾ ഈക്വൽ ടു 3n - 5. ഓക്കെ, ഇവിടെയും നമ്മൾ സെയിം ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. നമ്പർ ഓഫ് വൈബ്രേഷണൽ മോഡ്സ് ഈക്വൽ ടു 3n - 6. ഓക്കെ, ഇതിൽ n എന്ന് പറയുന്നത് എന്താണ്, n എന്ന് പറയുന്നത് നത്തിങ് ബട്ട് എന്താണ്, നമ്പർ ഓഫ് ആറ്റംസ് ഇൻ എ മോളിക്യൂൾ, ഗിവൺ മോളിക്യൂൾ. ഓക്കെ, ഡൗട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ നമുക്ക് ചെയ്തുകൂടെ. കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കുക. എത്ര മോളിക്യൂൾസ് ഉണ്ട് എത്ര ആറ്റംസ് ഉണ്ട് ഇതിൻ്റെ അകത്ത്? 1 കാർബൺ 2 ഓക്സിജൻ, ടോട്ടൽ 3. സോ ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ 3 ഇൻറ്റു, ശ്രദ്ധിച്ച് ചെയ്യുക, n-ന് 3 കൊടുക്കുക. സോ 3 × 3 9 - 5 = 4. അപ്പോൾ ഇതാണ് ആൻസർ. കാർബൺ ഡൈ ഓക്സൈഡിൽ 4 നമ്പർ ഓഫ് വൈബ്രേഷൻ മോഡ്സ് ഉണ്ട്. ഇവിടെ നമുക്ക് C6H6 ആദ്യം ചെയ്യാം. ബെൻസീൻ ആണ്. ബെൻസീൻ്റെ കേസിൽ നമുക്ക് ഷുവർ ആണ് ഒരിക്കലും ഒരു ലീനിയർ മോളിക്യൂൾ അല്ല ബെൻസീൻ. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. സോ ബെൻസീൻ്റെ കേസിൽ എത്ര ആറ്റംസ് ഉണ്ട്? 6ഉം 6ഉം അല്ലേ, 6 കാർബണും 6 ഹൈഡ്രജനും. സോ 12 ടോട്ടൽ. സോ 3 ഇൻറ്റു n എത്ര വരുന്നത്, 12 - 6. ഓക്കെ, 12 × 3 36 - 6 30 നമ്പർ ഓഫ് വൈബ്രേഷൻ മോഡ്സ് പോസിബിൾ ആണ്. CH4ൻ്റെ കേസിൽ നമുക്കറിയാം ടെട്രാഹൈഡ്ര ഷേപ്പ് വരുന്നൊരു മോളിക്യൂളാണ് CH4 എന്നുള്ളത്. സോ ഇവിടെയും നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് 3 ഇൻറ്റു 4 1 5 മോളിക്യൂൾ, 5 ആറ്റംസ്. 3 × 5 - 6. അപ്പോൾ 15 - 6 = 9. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്തൊക്കെയാണ് വരുന്നത്? 4 39. ഓക്കെ, ഇത്ര മാത്രം ചെയ്യുക, കൂടുതലൊന്നും ഇവിടെ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഇക്വേഷൻ ഇമ്പോർട്ടൻസ് ഉണ്ട്, ഇക്വേഷൻ മാർക്ക് കിട്ടും. നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ സപ്പോസ് കാൽക്കുലേറ്റ് ചെയ്താൽ തെറ്റിക്കഴിഞ്ഞാലും ഈ ഇക്വേഷനെങ്കിലും നിങ്ങൾക്ക് കുറച്ച് മാർക്ക് കിട്ടും. സോ അത് തെറ്റിക്കാതിരിക്കുക കേട്ടോ. 5 6 എന്ന് ആലോചിച്ചാൽ മതി. അതായത് ലീനിയർ നോൺ ലീനിയർ. അപ്പോൾ നമ്മളെപ്പോഴും ഒരു ഓർഡറിൽ പറയുക ലീനിയർ നോൺ ലീനിയർ, 5 6 അത് മാത്രമേ അവിടെ മാറുന്നുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇത് അഗെയിൻ IR തന്നെയാണ്. ഗിവ് ദ കണ്ടീഷൻ ഫോർ എ മോളിക്യൂൾ. കണ്ടീഷനാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ഗിവ് ദ കണ്ടീഷൻ ഫോർ എ മോളിക്യൂൾ ടു ബി IR ആക്റ്റീവ്. റൈറ്റ് എക്സാമ്പിൾസ് ഫോർ IR ആക്റ്റീവ് ആൻഡ് IR ഇനാക്റ്റീവ് മോളിക്യൂൾസ്. ആദ്യം നമ്മൾ എന്താണ് കണ്ടീഷൻസ് മനസ്സിലാക്കണം അല്ലേ. IR ആക്റ്റീവ് കണ്ടീഷൻ. സോ IR ആക്റ്റീവ് കണ്ടീഷൻ എന്താണെന്ന് നോക്കാം.
ഇതും നമുക്കറിയുന്ന ബേസിക് ആയിട്ടുള്ള നമ്മൾ ഈ ഒരു IR സെക്ഷൻ പഠിക്കുമ്പോൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന കാര്യമായിരിക്കും ഇത്, അല്ലേ? എന്താണ്? സിമ്പിളായിട്ട് നമുക്ക് പറയാം, ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെൻറ്റ്, ഡ്യൂറിങ് വൈബ്രേഷൻ, അല്ലേ? ഡ്യൂറിങ് വൈബ്രേഷൻ ഓഫ് എ മോളിക്യൂൾ, ഇതാണ് കണ്ടീഷൻ ഓഫ് എ മോളിക്യൂൾ. നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ദാറ്റ് ഒക്കേഴ്സ് എങ്ങനെയാണ് നടക്കുന്നത്? ദാറ്റ് ഒക്കേഴ്സ് വെൻ IR റേഡിയേഷൻ കൊടുക്കും. വെൻ IR റേഡിയേഷൻ ഈസ് അബ്സോർബ്ഡ്, അല്ലേ? IR റേഡിയേഷൻ അബ്സോർബ് ചെയ്തിട്ടാണല്ലോ ഈ ഒരു സ്പെക്ട്രോസ്കോപ്പി അല്ലെങ്കിൽ IR ആക്റ്റീവ് മോളിക്യൂൾസ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അബ്സോർബ്ഡ്. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഒന്നും ഓർമ്മ വരുന്നില്ല, ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ ഓർക്കുക. എന്താണ്? ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെൻറ്റ് ഡ്യൂറിങ് വൈബ്രേഷൻ. അത് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, ഇതാണ് ഫസ്റ്റ്, ഇതാണ് IRൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇന്ന് നമുക്ക് ചെയ്യേണ്ടത് IR ആക്റ്റീവ് ഇനാക്റ്റീവിന് എക്സാമ്പിൾസ് കൊടുക്കുക എന്നുള്ളതാണ്. അതായത് എക്സാമ്പിൾസ് കൊടുക്കുമ്പോൾ നമുക്കിങ്ങനെ കൊടുക്കാം, IR ആക്റ്റീവ് മോളിക്യൂൾസ്. എന്താണ് IR ആക്റ്റീവ് മോളിക്യൂൾസ്? ഡൈപോൾ മൊമെൻറ്റ് ചേഞ്ച് ആവുന്നത്. അപ്പോൾ മെയിനായിട്ട് ഹെട്രോ ആറ്റംസ് ആണ് ഇതുണ്ടാവുക. ഹെട്രോ ആറ്റംസ്, അല്ലേ? ചാർജ് സെപ്പറേഷനുള്ള മോളിക്യൂൾസിനാണ് ഡൈപോൾ മൊമെൻറ്റ് ഉണ്ടാവുക. അപ്പോൾ എന്തൊക്കെയാണ് എക്സാമ്പിൾ? HCl എക്സാമ്പിൾ അല്ലേ? H2O എക്സാമ്പിൾ അല്ലേ? CO2 എക്സാമ്പിൾ അല്ലേ? ഇപ്പം നമ്മൾ ചെയ്തിട്ടുണ്ട്. CH4 എക്സാമ്പിളാണ്, C6H6 എക്സാമ്പിളാണ്. അങ്ങനെ ഇഷ്ടം പോലെ നമുക്ക് എക്സാമ്പിൾസ് കൊടുക്കാൻ പറ്റും കേട്ടോ. ഇഷ്ടം പോലെ നമുക്ക് എക്സാമ്പിൾസ് കൊടുക്കാം. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ചാർജ് സെപ്പറേഷൻ ഉണ്ട്. ഇപ്പോൾ HCl എടുക്കുകയാണെങ്കിൽ പ്ലസ് ഉണ്ട്, മൈനസ് ഉണ്ട്. ഈ ഒരു ചാർജ് സെപ്പറേഷൻ, അതായത് നമ്മൾ ബേസിക്കലി ഈ ഒരു IRൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു വൈബ്രേഷൻ നടക്കുമ്പോൾ ഇവിടെ നിങ്ങൾ IR റേഡിയേഷൻ കൊടുത്തിട്ട് Hഉം Clഉം തമ്മിൽ വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്താ ഉണ്ടാവുന്നത്? ചാർജ് സെപ്പറേഷനുള്ള മോളിക്യൂളിൻ്റെ കേസിൽ അതിൻ്റെ ഇൻ്റർന്യൂക്ലിയർ ഡിസ്റ്റൻസിൽ ഒരു ചേഞ്ച് വരുന്നുണ്ട്. ഓക്കെ, ഇൻ്റർന്യൂക്ലിയർ ഡിസ്റ്റൻസിൽ ചേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ഡൈപോൾ മൊമെൻ്റ് എന്ന് പറയുന്നത് എന്താണ്? ചാർജ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. ഇതൊക്കെ ആവശ്യമില്ല, ഞാൻ ജസ്റ്റ് പറയുന്നതാണ്. ചാർജ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. സോ നമ്മൾ ഡൈപോൾ മൊമെൻറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചാർജ് ഉള്ള സ്പീഷീസിൽ ഡിസ്റ്റൻസ് ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ഈ ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഡിസ്റ്റൻസ് ചാർജ്ഡ് സ്പീഷീസിൽ ആ ഇൻ്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ആ ചാർജ്ഡ് ന്യൂക്ലിയസിൽ ഉണ്ടാകുന്ന ചേഞ്ച്, അതായത് രണ്ടും ചേഞ്ച് ആവുന്നുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് പോസിബിൾ ആവുന്നത് ചാർജ് സെപ്പറേഷനുള്ള മോളിക്യൂൾസിലാണെന്ന് ആലോചിക്കുക. അത് മാത്രമേ ഉള്ളൂ. അതാണ് ഹെട്രോ ആറ്റംസ് എന്ന് പറയുന്നത്. ഇവിടെ എല്ലാം ചാർജ് ഡിവിഷൻ ഉണ്ട്. ഓക്കെ, ഇനി IR ഇനാക്റ്റീവ് മോളിക്യൂൾസിന് എക്സാമ്പിൾ ഹോമോ അറ്റോമിക് മോളിക്യൂൾസ് അങ്ങനെ വേണമെങ്കിലും പറയാം. എന്താണ്? H2O2 N2. ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം. Hഉം നിങ്ങൾ എഴുതി നോക്ക്. H നമുക്ക് പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറയുന്ന ഒരു ചാർജ് സെപ്പറേഷൻ ഇല്ല. സോ ഡൈപോൾ മൊമെൻറ്റ് ഓൾവേസ് ഇവിടെ 0 ആയിരിക്കും. ചാർജ് സെപ്പറേഷൻ ഇല്ല. ദർ ഈസ് നോ ചാർജ് സെപ്പറേഷൻ, ദെൻ ദർ ഈസ് നോ ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെൻറ്റ് ഡ്യൂറിങ് വൈബ്രേഷൻ. നമ്മുടെ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? ഇല്ല. സോ ഇതാണ് എക്സാമ്പിൾസ്. ഇത്രയൊന്നും നിങ്ങൾ ആലോചിക്കേണ്ട, ഇതൊന്നും വേണ്ട കേട്ടോ. ജസ്റ്റ് എക്സാമ്പിൾസ് മനസ്സിലാക്കുക. ഈ ഹോമോ അറ്റോമിക്, ഹെട്രോ അറ്റോമിക് എന്നുള്ള കൺസെപ്റ്റ് മനസ്സിലാക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ന്യൂക്ലിയർ ക്യാൻ ഗിവ് NMR സ്പെക്ട്രം എക്സ്പ്ലെയിൻ? ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ NMRൻ്റെ പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് നമുക്കറിയാം സ്പിൻ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ആണ് ആ സ്പീഷീസ് NMR ആക്റ്റീവ്, അല്ലേ? 0 ആണെങ്കിൽ എന്താ സംഭവിക്കുക? സ്പിൻ വാല്യൂ ഈക്വൽ ടു 0 ആണെങ്കിൽ NMR ഇനാക്റ്റീവ്. ഇത് നമുക്കറിയുന്ന കാര്യമാണ്, സ്പിൻ വാല്യൂ. അപ്പോൾ അതിലേക്ക് നമുക്കിത് പഠിക്കാൻ ഒരു ഷോർട്ട് ആയിട്ടുള്ളൊരു ടേബിളുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അതായത് നമുക്ക് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓർത്ത് വെക്കേണ്ടത് ഈ ഒരു ടേബിൾ അവിടെ ഓർത്ത് വെക്കുക. അതായത് ഇപ്പം നമ്പർ ഓഫ്, ഞാൻ മാക്സിമം ഷോർട്ടാക്കിയിട്ടാണ് പറയുന്നത്, നമ്പർ ഓഫ് പ്രോട്ടോൺ, നമ്പർ ഓഫ് ഇലക്ട്രോൺ, സ്പിൻ വാല്യൂ ഒന്നും നമുക്ക് വേണ്ട, ആക്റ്റീവ് ഓർ ഇനാക്റ്റീവ് ഇത് മതി. അപ്പോൾ നമ്മൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടാണല്ലോ പഠിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കോമ്പൗണ്ട് നമ്മൾ എടുക്കുക കേട്ടോ. ഈ ഒരു ടേബിള്
നമ്മളവിടെ ഓർത്ത് വെക്കുക. ഇത് സിമ്പിളാണ് നമുക്ക് ഓർത്ത് വെക്കാൻ. ഓക്കെ, എന്നിട്ട് ഇവിടെ പറഞ്ഞ നമ്പർ ഓഫ് പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ പി. ന്യൂട്രോൺ ഇലക്ട്രോൺ അല്ല കേട്ടോ, മാറിപ്പോയി. നമ്പർ ഓഫ് ന്യൂട്രോൺ ആണേ, ദാറ്റ് ഈസ് എൻ. ഓക്കെ, എൻ ആണിത്. അപ്പോൾ നമുക്കറിയാം കുറേ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിലേക്കൊക്കെ പോകണമെന്ന് അറിയില്ല, എന്നാലും ഞാൻ പറയാം. ഒരു എലമെൻറ്റിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന സമയത്ത് മുകളിൽ മാസ് നമ്പറും താഴെ അറ്റോമിക് നമ്പറുമാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, ഇതറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ, അല്ലാത്ത ആൾക്കാർ സ്കിപ്പ് ചെയ്താൽ മതി. ഇനി നമുക്ക് നമ്പർ ഓഫ് പ്രോട്ടോൺ എന്താണെന്ന് ചോദിച്ചാൽ ഈക്വൽ ടു അറ്റോമിക് നമ്പർ. ഇത് പഴയ കാലം റീകളക്ട് ചെയ്യുന്നതാണ്. നമ്പർ ഓഫ് ന്യൂട്രോൺ എന്താണെന്ന് ചോദിച്ചാൽ മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ. ഇത് ബേസിക്സ് ആണ്. ഇതൊന്നും നമുക്ക് എവിടെയും പറയില്ല, കാരണം നമ്മൾ ഓൾറെഡി +2 പഠിച്ചിട്ടുള്ളതായതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഫസ്റ്റ് നമ്പർ ഓഫ് പ്രോട്ടോൺ ഈക്വൽ ടു E1 ന്യൂട്രോണും E1 അങ്ങനെയാണെങ്കിൽ ഇനാക്റ്റീവ്. ഓക്കെ, അടുത്തത് ഓഡ് ആക്റ്റീവ്. ആൻഡ് ലാസ്റ്റ് വണ്ണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ അങ്ങ് വരച്ചേക്കുക. എന്നിട്ട് ഞാൻ ഇങ്ങനെ ഇത് സെപ്പറേഷൻ ആക്കിയിട്ട് മാസ് നമ്പർ ഈക്വൽ ടു ഓഡ് ആണെങ്കിൽ ആക്റ്റീവ്. ഇതാണ് നമ്മുടെ റൂൾസ് പഠിക്കുന്ന ടേബിൾ. ഇത് വെച്ച് നമുക്കിത് ചെയ്ത് നോക്കിക്കൂടെ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എടുക്കുകയാണ്. എന്താണ്? C12 6. ഓക്കെ, ഇതിൽ പ്രോട്ടോൺ നിങ്ങൾ കണ്ടുപിടിക്കുക, ന്യൂട്രോൺ കണ്ടുപിടിക്കുക. ഓക്കെ, ഞാൻ ചെയ്യാൻ പോവാണ്. പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പറാണ്, ഇവിടെയാണ് അറ്റോമിക് നമ്പർ എഴുതുക. ഓക്കെ, അപ്പോൾ 6. ന്യൂട്രോണ് 12 - 6, അറ്റോമിക് നമ്പർ മൈനസ് മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ. 12 - 6 6. E1 അല്ലേ? പ്രോട്ടോണും E1 ന്യൂട്രോണും E1, സോ ഇനാക്റ്റീവ്. ഇതെന്താണ്? ഇനാക്റ്റീവാണ് കേട്ടോ. ഒന്നാമത്തെ ഇത് ഇനാക്റ്റീവാണ്. അടുത്തത് രണ്ടാമത്തെ നമുക്ക് ചെയ്ത് നോക്കാം. C13 6. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ തന്നാൽ ഒറ്റയടിക്ക് ഇത് ചെയ്യാൻ പറ്റും. എന്താണ്? മാസ് നമ്പർ നോക്കുക. മാസ് നമ്പർ ഈക്വൽ ടു ഓഡ് വാല്യൂ. 13 ഈസ് എൻ ഓഡ് വാല്യൂ, സോ ആക്റ്റീവ്. NMR ആക്റ്റീവ്. ഇവിടെ കൂടുതൽ ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്തത് C. മൂന്നാമത്തത് H11. ഇവിടെ നമുക്ക് ഒറ്റയടിക്ക് ചെയ്തുകൂടെ? എന്താണ്? മാസ് നമ്പർ മുകളിലുള്ളതാണ് മാസ് നമ്പർ, ദാറ്റ് ഈസ് അത് ഓഡാണ്, അപ്പോൾ NMR ആക്റ്റീവാണ്. ലാസ്റ്റ് എന്താണ്? H21 എന്ന് പറയുമ്പോൾ E1 ആയിട്ടുള്ള മാസ് നമ്പറാണ്, നമ്മൾ ചെയ്ത് നോക്കേണ്ടി വരും. അപ്പോൾ പ്രോട്ടോൺ ഈക്വൽ ടു 1 അറ്റോമിക് നമ്പറാണ്, ന്യൂട്രോൺ ഈക്വൽ ടു 2 - 1. അപ്പോൾ എന്താ കിട്ടുന്നത്? ബോത്ത് ആർ ഓഡ് വാല്യൂ ആണെങ്കിൽ അഗൈൻ ആക്റ്റീവാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ഇത് ബാക്കിയെല്ലാം ആക്റ്റീവാണല്ലേ. ഓക്കെ, ഇതെങ്ങനെയാണ് നമ്മൾ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടത്? ഇത് നമുക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കണം എന്ന് പറയുന്നത് ഈ ഒരു ടേബിൾ വരച്ചാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഇനി ഇത് നിങ്ങൾ ഓരോന്നിൻ്റെ അടിയിൽ പ്രോട്ടോൺ ഈക്വൽ ടു E1 വാല്യൂ, ന്യൂട്രോൺ ഈക്വൽ ടു E1 വാല്യൂ, ദെൻ ദ സ്പിൻ വാല്യൂ ഈസ് ഫൗണ്ട് ടു ബി ഗ്രേറ്റർ ദാൻ 0 അങ്ങനെ പറഞ്ഞാൽ മതി. ഓക്കെ, സ്പിൻ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ മതി. ഇനി ഇവിടെ നമുക്കൊരു കാര്യം കൂടി ഉണ്ട്. ഇവിടെ സ്പിൻ വാല്യൂ 0 ആണ്, ആവശ്യമില്ല എന്നാൽ ഞാൻ പറയുകയാണ്. സ്പിൻ വാല്യൂ I 0 ആണ്. ഇവിടെ സ്പിൻ വാല്യൂ ഇൻ്റഗ്രൽ വാല്യൂ ആയിരിക്കും. ഇവിടെ സ്പിൻ വാല്യൂ ഹാഫ് ഇൻ്റഗ്രൽ വാല്യൂ ആയിരിക്കും. അതൊന്നും വേണമെന്നില്ല കേട്ടോ. നിങ്ങൾ ഈ കാര്യം കണ്ടൻറ്റ് മാത്രം പഠിച്ച് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. ഇതിലും അഡീഷണലായിട്ട് ആ വലിയൊരു ടേബിളിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. ഇത്ര മാത്രം പഠിച്ചാൽ മതി. ഇത് ഈ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ആൽക്കെയിൻസ് ആർ കളർലെസ്. എക്സ്പ്ലെയിൻ ദിസ് ഇൻ ടേംസ് ഓഫ് ഇലക്ട്രോണിക് ട്രാൻസിഷൻ പോസിബിൾ ഇൻ എ മോളിക്യൂൾ. അതായത് ആൽക്കെയിൻസ് എന്തുകൊണ്ടാണ് കളർലെസ് ആവുന്നത്? അത് ഇലക്ട്രോണിക് ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ UV ട്രാൻസിഷൻ വെച്ചിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഇവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, ആൽക്കെയിൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ആൽക്കെയിൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, UVയിൽ നിങ്ങളെ ടീച്ചേഴ്സ് എടുത്തിട്ടുണ്ടാവും അല്ലേ? സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസിന് എക്സാമ്പിളാണ് ആൽക്കെയിൻസ്. ഇനി ഒരു എക്സാമ്പിൾ വെക്കണം എന്ന് പറഞ്ഞാൽ അതും നമുക്ക് ഉണ്ട്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള എക്സാമ്പിൾ
CH4 എടുക്കാം. CH4ൻ്റെ കേസിൽ നമ്മൾ വെറുതെ ഒന്ന് ഞാൻ എഴുതുകയാണ്, നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവിടെ എല്ലാം ഉള്ളത് സിഗ്മ ബോണ്ട് സിഗ്മ ബോണ്ട് സിഗ്മ ബോണ്ട് സിഗ്മ ബോണ്ട്, സിഗ്മ ബോണ്ട് മാത്രം സിഗ്മ ബോണ്ടാണ് ഉള്ളത് അല്ലേ, അല്ലെങ്കിൽ സിഗ്മ ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. സോ ദ പോസിബിൾ ട്രാൻസിഷൻ എന്ന് പറയുന്നത് സിഗ്മേനെ കണക്ട് ചെയ്തിട്ടുള്ള സിഗ്മ ടു സിഗ്മ സ്റ്റാർ ട്രാൻസിഷൻ. ഇത് നമുക്ക് അവിടെ കിട്ടി, അതവിടെ ഇരിക്കട്ടെ. ഇനി ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ റീസണാണ് നമ്മളിനി പറഞ്ഞു കൊടുക്കേണ്ടത്. ഓക്കെ, എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽക്കെയിൻസ് എന്ന് പറയുന്നത് സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് ആണ്. അപ്പം ഇവിടെ നമുക്ക് എന്താണ് വിസിബിൾ റേഞ്ചിൽ എത്തിയാൽ മാത്രമേ ഒരു കളറ് കിട്ടുള്ളൂ അല്ലേ. UV വിസിബിൾ എന്ന് പറയുന്ന ട്രാൻസിഷനാണ് ഇലക്ട്രോണിക് ട്രാൻസിഷൻ. അപ്പോൾ ഇതിൽ 200 to 700 to അല്ലെങ്കിൽ 800 നാനോമീറ്റർ റേഞ്ചിലാണ് ഇത് വരുന്നത്. രണ്ടും കറക്റ്റാണ് കേട്ടോ. 200 to 800 പറയാം, 700 പറയാം, പല യൂസേജും ഉണ്ട്. 800 ആണ്, നമുക്ക് 800 തന്നെ പറയാം. ഈ UV മെഷീൻസ് ആണെങ്കിൽ UV മെഷീൻസിൽ 200 to 1000 നാനോമീറ്റർ വരെ മെഷർ ചെയ്യാനും പറ്റും. ഓക്കെ, ഈ ഒരു റേഞ്ചിൽ വിസിബിൾ റേഞ്ചിനോട് അടുക്കുമ്പോഴാണ് കളർ കിട്ടുക. ഓക്കെ, വിസിബിൾ റേഞ്ചിനോട് അടുക്കുമ്പോഴാണ് ഏത് കോമ്പൗണ്ടിനും കളർ കിട്ടുക. അപ്പോൾ ആൽക്കെയിൻസ് എന്തുകൊണ്ടാണ് കളർലെസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വിസിബിൾ റേഡിയേഷൻ, വിസിബിൾ ലൈറ്റിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ആൽക്കെയിൻസിനെ എക്സൈറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റുന്നില്ല. ആൽക്കെയിൻസിന് എന്ത് ചെയ്യിപ്പിക്കാൻ പറ്റില്ല, ആൽക്കെയിൻസിൻ്റെ ബോണ്ട് ബ്രേക്ക് ചെയ്ത് അതിൽ ഇലക്ട്രോൺസിനെ എക്സൈറ്റ് ചെയ്യിപ്പിച്ചിട്ട് ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് എത്തിക്കാൻ പറ്റുന്നില്ല. ആർക്ക് പറ്റുന്നില്ല? വിസിബിളിന് പറ്റുന്നില്ല. ഓക്കെ, അതുകൊണ്ടാണ് നമുക്ക് കളർലെസ് ആയിട്ട് കിട്ടുന്നത്. അതാണ് ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത്. വിസിബിൾ ലൈറ്റ് ഇസ് നോട്ട് ഇനഫ് ടു എക്സൈറ്റ് ദ ബോണ്ടിങ് ഇലക്ട്രോൺസ് ഇൻ ആൽക്കെയിൻസ്. അത് പോസിബിൾ അല്ല. ഇനി ഈ വിസിബിൾ ലൈറ്റിന് അത് പറ്റാത്തതുകൊണ്ട് തന്നെ, അതുപോലെ തന്നെ അതിൻ്റെ റീസണായിട്ട് നമുക്ക് വേറൊരു കാര്യം കൂടെ പറയാം. അതായത് നമ്മൾ പഠിച്ചിട്ടുള്ളൊരു കാര്യമാണ്, നിങ്ങൾ ഈ ഒരു ഇത് പഠിച്ചിട്ടുണ്ടാവും. അതായത് സിഗ്മ പൈ എൻ പൈ സ്റ്റാർ സിഗ്മ സ്റ്റാർ. ഈ ട്രാൻസിഷൻ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ഈ ഒരു ഇവിടെ എനർജി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇതിൻ്റെ അകത്ത് ഏത് ട്രാൻസിഷനാണ് ഇവിടെ നമ്മൾ കാണിക്കുന്നത്? ഏത് ട്രാൻസിഷനെ കാണിക്കുന്നത്? സിഗ്മ ടു സിഗ്മ സ്റ്റാർ അല്ലേ. ഈ ട്രാൻസിഷൻ നിങ്ങളൊന്ന് നോക്കിയേ. ഈ ട്രാൻസിഷൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം, ഹൈ എനർജി ട്രാൻസിഷനാണ് സിഗ്മ ടു സിഗ്മ സ്റ്റാർ. അതായത് അത്രയും എനർജി ഉണ്ടെങ്കിൽ ഈ ഇവിടുന്ന് ഇലക്ട്രോൺസ് എക്സൈറ്റ് ചെയ്ത് അവിടെ എത്തുള്ളൂ. അപ്പം നമ്മുടെ വിസിബിൾ റേഞ്ചിന് അത് പറ്റുന്നില്ല, അത്രയും എനർജി കൊടുക്കാൻ പറ്റുന്നില്ല വിസിബിൾ റേഞ്ചിന്. അതുകൊണ്ടാണ് ഇതിന് കളർ കിട്ടാത്തത്. വിസിബിൾ ലൈറ്റിന് അത് പറ്റുന്നില്ല, അത്രയും മനസ്സിലാക്കുക. അതുപോലെ ഹൈ എനർജി ട്രാൻസിഷനാണ്. നമ്മൾ ഇതെടുത്ത് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ലെസ് ദാൻ 150 നാനോമീറ്ററിലാണ് ഇത് നമുക്ക് കാണാൻ പറ്റുക. ലെസ് ദാൻ 150 നാനോമീറ്ററിലാണ് സിഗ്മ ടു സിഗ്മ സ്റ്റാർ ട്രാൻസിഷൻ ഇൻ ആൽക്കെയിൻസ് ഉണ്ടാവുക. അപ്പം വേറെ പ്രശ്നം കൂടെ വന്നല്ലോ, നമ്മുടെ റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ 200 തൊട്ടിട്ടാണ്. അപ്പോൾ അതിനേക്കാളും കുറവ് റേഞ്ചുള്ള ഈ സിഗ്മ ടു സിഗ്മ സ്റ്റാർ ടൈപ്പ് ട്രാൻസിഷൻസിന് നമുക്ക് മെഷീൻസിന് പോലും മെഷർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, UV വിസിബിൾ മെഷീൻസിന് പോലും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഇത് ഡിറ്റക്റ്റ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. ഓക്കെ, ഈ ഒരു റേഞ്ചിൽ നടക്കുന്നതുകൊണ്ട് അപ്പം നമുക്ക് ഇത് കുറച്ചുകൂടി എന്താണ് എനർജിയും ഇത് തമ്മിലുള്ള റിലേഷനൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? എനർജി ഈക്വൽ ടു hc/λ. ഇതൊക്കെ നമ്മൾ പഠിച്ചതല്ലേ. അപ്പം ഇതിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. എന്നാൽ ഞാൻ പറയുകയാണ്, ഹൈ എനർജി കൂടുമ്പം വേവ് ലെങ്ത് കുറയും. ഓക്കെ, സോ ഹൈ എനർജി ട്രാൻസിഷൻ ആയിട്ടുള്ള സിഗ്മ ടു സിഗ്മ സ്റ്റാറിന് കമ്പാരിറ്റീവ്ലി ലോ എന്തായിരിക്കും? വേവ് ലെങ്ത് ആയിരിക്കും. അതാണ് നാനോമീറ്റർ. അപ്പം അത്രയും കുറഞ്ഞ ഒന്നിനെ നമുക്ക് UV മെഷീൻസിൽ മെഷർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് റീസൺ. നമുക്ക് ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു നോട്ട് ഇവിടെ ആഡ് ചെയ്യാം. ഓക്കെ, ഈ നോട്ട് നിങ്ങൾ ഇതിൽ പോയിൻറ്റ്സ് ഉണ്ട്. ഈ പോയിൻറ്റ്സ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇതുപോലെ തന്നെ ഇതിലെല്ലാ പോയിൻറ്റ്സും വേണമെന്ന് ഞാൻ പറയില്ല. ഇതിൽ ഹൈ എനർജി ട്രാൻസിഷൻ എന്ന് പറയുന്നൊരു പോയിൻ്റ്, ഈ ഒരു പോയിൻ്റ് ഇരിക്കട്ടെ. ഹൈ എനർജി ട്രാൻസിഷൻ എന്ന് പറയുന്നൊരു പോയിൻ്റ് ആവശ്യമുണ്ട്. പിന്നെ ബിലോ 150, പിന്നെ നോർമൽ UV മെഷീൻ കാൺ മെഷർ. അതെ, ഇത് ഫസ്റ്റത്തെ പോയിൻ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഈ 4 പോയിൻറ്റും നിങ്ങൾ സമ്മറൈസ് ചെയ്തിട്ട് എഴുതിയാൽ മതി. ഓക്കെ, അതാണ് അതിൻ്റെ റീസൺ. മനസ്സിലായാലോ? ഡൗട്ടൊന്നും ഇല്ലല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്.
why 1,3-butadiene absorb at longer wavelength compared to 1,4-pentadiene and normal butane. ഈ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ പൈ ടു പൈ സ്റ്റാർ ട്രാൻസിഷൻ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ടാവും നമ്മൾ 1,3-butadiene കാര്യമൊക്കെ. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്കൊരു 1,3-butadiene നമ്മൾ വരക്കുമ്പോൾ ഇങ്ങനെ വരച്ചിട്ടുണ്ട്. അതുപോലെ 1,4-pentadiene വരക്കുമ്പോൾ 1 2 3 4. ഓക്കെ. നോർമൽ ബ്യൂട്ടൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ CH3 CH2 CH2 CH3 എല്ലാം ഇവിടെ വരച്ചിട്ടുണ്ട്. അതായത് 1,3-butadiene 1,4-pentadiene നോർമൽ ബ്യൂട്ടൈൻ. ഓക്കെ, ഇത്രയും നമ്മൾ വരച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ എന്തുകൊണ്ടാണ് ഇത് ലോങ്ങർ വേവ് ലെങ്ത്തിൽ അബ്സോർബ് ചെയ്യുന്നത്? ലോങ്ങർ വേവ് ലെങ്ത്തിൽ അബ്സോർബ് ചെയ്യുന്നത് നമ്മൾ സിംപ്ലി ഒരു റൂൾ ഇവിടെ പഠിച്ചിട്ടുണ്ട്. ഇഫ് കോൺജുഗേഷൻ ഇൻക്രീസസ് ലാംഡ മാക്സ് വാല്യൂ ഓൾസോ ഇൻക്രീസസ്. അതാണ് ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കേസിൽ 1,4-pentadiene കേസിൽ എന്തില്ല? ദർ ഈസ് നോ കോൺജുഗേഷൻ. കോൺജുഗേഷൻ ഉണ്ടോ? ഡബിൾ ബോണ്ട് ഉണ്ടായിട്ട് കാര്യമില്ല. കോൺജുഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആൾട്ടർനേറ്റീവായിട്ട് വരുന്നത്. ഇവിടെ നിങ്ങൾ നോക്ക്, ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ട്. ഇവിടെ എങ്ങനെയാണ്? ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ട് അല്ല. ഇവിടെ ആണെങ്കിൽ ബ്യൂട്ടൈനിൽ ഡബിൾ ബോണ്ടേ ഇല്ല. അപ്പോൾ നമുക്കത് കൺസിഡർ ചെയ്യാൻ പോലും പറ്റില്ല. ഇവിടെയും നമുക്ക് പറയാം നോ കോൺജുഗേറ്റീവ് ഡബിൾ ബോണ്ട്, നോ കോൺജുഗേറ്റീവ് ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ നോ കോൺജുഗേഷൻ. അപ്പം നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. കോൺജുഗേഷൻ ഇൻക്രീസസ് ലാംഡ മാക്സ് വാല്യൂ ഓൾസോ ഇൻക്രീസസ്. നമുക്ക് വേണമെങ്കിൽ 1,3-butadiene കേസിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. 1,3-butadiene കൺസിസ്റ്റ് ഓഫ് 2 pi ബോണ്ട്. ദാറ്റ് മീൻസ് 4 pi ഇലക്ട്രോൺസ് അല്ലേ? 4 pi ഇലക്ട്രോൺസ് ആണെങ്കിൽ 4 pi മോളിക്കുലർ ഓർബിറ്റൽ ഉണ്ട്. Psi1 Psi2 Psi3 Psi4. അതിൻ്റെ അകത്ത് 2 ബോണ്ടിങ് 2 ആൻറ്റി ബോണ്ടിങ്. ഇനി ഇവിടെ നമ്മൾ ഇതിൻ്റെ ഇലക്ട്രോൺ കൊടുക്കുകയാണെങ്കിൽ 4 pi ഇലക്ട്രോൺസ് ആണ്. 1 2 3 4. എന്നിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇത് ഹോമോ ആണ്. ഇതിൻ്റെയൊക്കെ ക്ലാസ് ഉണ്ട് കേട്ടോ. സ്പെക്ട്രോസ്കോപ്പി എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റിലുണ്ട്, കണ്ടാൽ മതി. ഹോമോ ലൂമോ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടത്തേക്കാണ് നമ്മൾ എനർജി കൊടുക്കുമ്പം ഇത് ഇലക്ട്രോൺ ജമ്പ് ചെയ്യുന്നത്. ഹോമോ ടു ലൂമോ. അപ്പോൾ ഈ നടക്കുന്ന ട്രാൻസിഷൻ്റെ ലാംഡ മാക്സ് വാല്യൂ കൂടെ ഇവിടെ ഞാൻ പറയാം. 217 നാനോമീറ്റർ. ആരുടെ? 1,3-butadiene. അപ്പോൾ കോൺജുഗേഷൻ എന്ന് പറയുന്ന ഒരു റീസൺ ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കൊക്കെ റെഫർ ചെയ്തിട്ട് വേണമെങ്കിൽ ഈ കോൺജുഗേഷൻ ഇൻക്രീസസ് ലാംഡ മാക്സ് വാല്യൂ ഓൾസോ ഇൻക്രീസസ് എന്നുള്ള പോയിന്റ് ഇലാബറേറ്റ് ചെയ്ത് പഠിക്കാം. ജസ്റ്റ് നോക്കി വെക്കാം. അപ്പോൾ ഈ ഒരു പോയിന്റ് ഉണ്ട്, ജസ്റ്റ് ഇത് കാണിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഡെയിലി ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്തിട്ട് പഠിക്കുക കേട്ടോ.